RSS ADGP കൂടിക്കാഴ്ചയിൽ MR അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നു. DGP ആണ് മൊഴി രേഖപ്പെടുത്തുന്നത്. പോലീസ് ആസ്ഥാനത്താണ് മൊഴിയെടുപ്പ്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഈ കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടോ? എപ്പോഴാണ് ADGP ഇവിടെ മൊഴിയെടുപ്പ് തുടങ്ങിയത് എന്നറിയാൻ കഴിയുന്നുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെ? വേണു, ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് DGP നിലവിൽ ഇപ്പോൾ ADGP MR അജിത് കുമാറിൽ നിന്ന് മൊഴിയെടുക്കുന്നത്. പോലീസ് ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചാണ് ADGPയിൽ നിന്ന് സംസ്ഥാന പോലീസ് മേധാവി മൊഴിയെടുക്കുന്നത്. പ്രധാനമായും പല ഘട്ടങ്ങളിൽ, അതായത് ഒന്നിലധികം അന്വേഷണങ്ങൾ ADGP MR അജിത് കുമാറിനെതിരെ നടക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഈ മൊഴിയെടുക്കൽ വരുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യ ഘട്ടത്തിൽ RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയാണ് ഈ മൊഴിയെടുക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ സർവീസ് ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് സംസ്ഥാന പോലീസ് മേധാവി പരിശോധിക്കുന്നത്. ഒപ്പം ഈ RSS നേതാക്കളെ കാണുന്ന ഘട്ടത്തിൽ അത് സർക്കാരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് മേധാവി പരിശോധിക്കും. അതിനുശേഷമായിരിക്കും സർവീസ് ചട്ടങ്ങൾ ADGP ദുരുപയോഗം ചെയ്തോ എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് പോലീസ് മേധാവി എത്തുക. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്കും DGP കടക്കുക. മറ്റൊന്ന്, PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിലും DGPയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പല തലങ്ങളിൽ ADGPക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന മൊഴിയെടുക്കലിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ആ ഒരു നടപടിയിലേക്ക് DGP പോവുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് തരം കൂടിക്കാഴ്ച നടന്നുവെന്ന് ADGP MR അജിത് കുമാർ DGPക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും. അത് ഔദ്യോഗികമാണോ വ്യക്തിപരമാണോ എന്ന ഒരു വിശദീകരണം ADGP നൽകിയിരിക്കും. അതിനുശേഷം മുഖ്യമന്ത്രിക്ക് DGP റിപ്പോർട്ട് നൽകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ADGP RSS കൂടിക്കാഴ്ചയിൽ അജിത്തിന്റെ മൊഴിയെടുക്കുകയാണ് DGP.